എല്ലാവർക്കും വേഫുൾ ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 5.1 ആംപ്ലിഫയർ ആണ്. റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ള ഒരു 5.1 ആംപ്ലിഫയർ ആണ്. അതെങ്ങനെ അസംബിൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. കാര്യം എന്താ വെച്ചെങ്കിൽ ഈ 5.1 ആംപ്ലിഫയർ റിമോട്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. കാരണം അധികം വയറിംഗ് ഒന്നും വരില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു 5.1 ക്യാബിൻ എടുത്തിട്ടുണ്ട്. ഈ ക്യാബിൻ എടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നിങ്ങളുടെ ആംപ്ലിഫയറിൻ്റെ വാട്ടേജ് അനുസരിച്ചിട്ടാണ് ക്യാബിൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറും ട്രാൻസ്ഫോമറൊക്കെ ഈ ക്യാബിനുള്ളിൽ കൊള്ളും. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്താണത്. അപ്പോൾ അതിൽ ഡയൽ ഒട്ടിച്ചിട്ടുണ്ട്, സ്വിച്ച് വെച്ചിട്ടുണ്ട്, USB കൂടി ഉള്ളതാണ് ഇതിൽ. അതേമാതിരി തന്നെ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, സ്പീക്കർ സോക്കറ്റുകളും ഫിറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ബോർഡുകൾ വയ്ക്കാനുള്ള ഹോളുകളൊക്കെ അടിച്ചിട്ടുണ്ട്, ഫ്യൂസ് ഹോൾഡർ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്ത് നമ്മൾ ബുഷും വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ക്യാബിനിൽ ചെയ്തിട്ടുണ്ട്. നമ്മളിതിൽ നോക്കുകയാണെങ്കിൽ 5.1 വേണ്ടിയിട്ട് 5 ചാനലിന് വേണ്ടിയിട്ട് 2030 ആംപ്ലിഫയർ ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേമാതിരി തന്നെ നമ്മൾ സബ് ബൂഫറിന് വേണ്ടിയിട്ട് മോസ്ഫെറ്റ് ബോർഡാണ് 240 മോസ്ഫെറ്റുകൾ ഉപയോഗിക്കുന്ന ബോർഡാണ് നമ്മൾ സബ് ബൂഫറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നീടുള്ള നമ്മൾക്ക് മെയിനായിട്ടുള്ള നമ്മുടെ സബ് ഫിൽട്ടർ ബോർഡ് നമ്മൾ റിമോട്ട് കിറ്റിലുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒരെണ്ണം കൊടുത്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതേമാതിരി തന്നെ നമുക്ക് റിമോട്ട് കിറ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ സാധനങ്ങൾ വരുന്നത്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ ആംപ്ലിഫയറിൻ്റെ ബോർഡുകളാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. മെയിനായിട്ട് 2030 ബോർഡ് നമുക്ക് ഫാനിൻ്റെ കാറ്റ് തട്ടാവുന്ന രീതിക്കാണ് നമ്മളിത് ഉറപ്പിക്കാനായിട്ട് പോണത്. അതേപോലെ തന്നെ സബ് വൂഫറിൻ്റെ ബോർഡുകളും ഫാനിൻ്റെ കാറ്റുകൾ കിട്ടാവുന്ന രീതിക്കാണ് നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോണത്. നമുക്ക് ഫിക്സ് ചെയ്യാം. അതായത് നമ്മുടെ 2030 ബോർഡ് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അടുത്തായി നമ്മൾ റിമോട്ട് കിറ്റിൻ്റെ ഡിസ്പ്ലേ ബോർഡാണ് നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നത്. നമുക്ക് കറക്റ്റായിട്ട് ഈ ഫ്രണ്ട് പാനലിൽ നമുക്ക് ഉറപ്പിക്കാം. നമ്മുടെ ഡിസ്പ്ലേ ബോർഡ് ഫ്രണ്ട് പാനലിൽ കറക്റ്റായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പണി കഴിഞ്ഞു. അടുത്തായി നമ്മൾ സബ് ഫിൽട്ടർ ബോർഡാണ് ഉറപ്പിക്കാൻ പോകുന്നത്. നമ്മൾ സബ് വൂഫർ ആംപ്ലിഫയറിൻ്റെ താഴത്ത് വരാവുന്ന രീതിക്കാണ് അത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അത് വയർ ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം നമുക്ക്. ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ബോർഡ് ഉറപ്പിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ ഒരു സെപ്പറേറ്റ് സബ് ഫിൽട്ടർ ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇന്നും ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ അതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ 2030 എന്നാണ് കൊടുക്കുന്നത്, 12 വോൾട്ട് എന്നാണ് കൊടുക്കുന്നത്. അതും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ USB പാനലിൻ്റെ വയറിംഗ് ആണ്. അതാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ USB പാനലിലേക്ക് ഈ ബോർഡിൽ നിന്നുള്ള സപ്ലൈ വയർ പോസിറ്റീവ് 5 വോൾട്ട് ഗ്രൗണ്ട്, അത് നേരെ നമ്മളിത് USB ബോർഡിൻ്റെ ഗ്രൗണ്ട് 5 വോൾട്ട്
ഗ്രൗണ്ട് 5 വോൾട്ടാണ്. അത് തെറ്റാണ്ട് നേരെ USB ബോർഡിൻ്റെ ഗ്രൗണ്ട് 5 വോൾട്ടിലേക്ക് കറക്റ്റായിട്ട് കൊടുക്കണു. അതാണ് ആ കണക്ഷൻ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരു ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് USB എന്ന് പറഞ്ഞതാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. അതേമാതിരി തന്നെ ഒരു IR എന്നുള്ള കണക്ഷനും. അത് നമ്മളിത് ഈ ഓഡിയോയുടെ ഔട്ട്പുട്ട് USB ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നേരെ നമ്മൾ ഈ ബോർഡിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോയിലേക്ക് നമ്മൾ കൊടുക്കണു. അതേമാതിരി തന്നെ IRൻ്റെ ഒരു ഇൻപുട്ടും കൂടി ഇതിൽ കൊടുക്കണം, നമ്മുടെ USB ബോർഡിൽ നിന്നുള്ള IRൻ്റെ. അതിനായിട്ട് ഇതേ നമ്മളൊരു വയറിൽ നിന്ന് സോൾഡർ എടുത്തിട്ടുണ്ട് കണക്ടറിൽ നിന്ന്. ആ കണക്ടറിൽ നിന്ന് പോണ വയർ നേരെ ഈ IRൻ്റെ ഫസ്റ്റത്തെ പിന്നിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. IRൻ്റെ സെൻസർ നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റി. ഇതാണ് IRൻ്റെ എടുത്ത് മാറ്റിയത്. അതിൻ്റെ ഫസ്റ്റത്തെ പിന്നെന്ന് പറയുന്നതാണ് ഫസ്റ്റത്തെ പിന്നിലേക്കാണ് നമ്മൾ മറ്റേ ബോർഡിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ആ വയർ അവിടെ സോൾഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ IRൻ്റെ കണക്ഷനും കൂടിയായി. അപ്പോൾ നമുക്ക് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ റിമോട്ട് വഴിക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്. അതിന് ഇത് ഫിക്സ് ചെയ്യാം ഈ ബോർഡുകളൊക്കെ. ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഡീകോഡർ ബോർഡ് ഉറപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് USB പാനൽ ഉറപ്പിച്ചിട്ടുണ്ട്. USB പാനൽ ഉറപ്പിക്കുമ്പോൾ എങ്ങനെയാണ് വരിക? അടുത്തായിട്ട് നമുക്ക് ഡീകോഡർ ബോർഡിൽ നിന്നുള്ള 5 ചാനലിൻ്റെ ഔട്ട്പുട്ടുകൾ ഈ 2030ലേക്ക് കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് ഏതൊക്കെ ഔട്ട്പുട്ടുകളാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്കത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡീകോഡർ ബോർഡിൽ നിന്നുള്ള ഔട്ട്പുട്ട് 2030 ഇൻപുട്ടിലേക്ക് കൊടുത്തു. അതേമാതിരി തന്നെ ഔട്ട്പുട്ടുകൾ കൊടുത്തു. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഔട്ട്പുട്ടുകളാണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. അതേപോലെ ഡിസ്പ്ലേ ബോർഡിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ ഈ ഡീകോഡറിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് സബ് വൂഫറിൻ്റെ ബോർഡ് നമുക്ക് ഉറപ്പിക്കാം. അത് നമ്മൾ ഫാനിൻ്റെ കാറ്റ് ശരിക്കും കിട്ടാവുന്ന രീതിക്ക് ഇവിടെയാണ് നമ്മൾ ഉറപ്പിക്കാൻ പോണത്. നമുക്കതവിടെ ഫിക്സ് ചെയ്യാം. നമ്മുടെ ബോർഡ് ഉറപ്പിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യണത് നമ്മുടെ ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിനായിട്ട് ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫോമർ നമ്മൾ 3 ടൈപ്പ് ടാപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 27 വോൾട്ട് 5 ആമ്പിയർ, ഇതാണ് 27 വോൾട്ട് 5 ആമ്പിയർ. അതേമാതിരി 12-0-12 3 ആമ്പിയർ, 12-0-12 2 ആമ്പിയർ. ഈ ടാപ്പുകളാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമറിൽ എടുത്താണത്. 27 വോൾട്ട് നമുക്ക് സബ് വൂഫറിലേക്കും, 12 വോൾട്ട് 3 ആമ്പിയർ നമ്മൾ 5 ചാനലിലേക്കും, അതേമാതിരി തന്നെ ഈ 12-0-12 2 ആമ്പിയർ നമ്മുടെ റിമോട്ട് കിറ്റിലേക്ക്. അങ്ങനെയാണ് നമ്മൾ ഇത് കൊടുക്കാൻ പോണത്. ട്രാൻസ്ഫോമറിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്ക് ഡ്യുവൽ സപ്ലൈ ആണ് ആവശ്യം. അതിന് വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. നമ്മൾ 27 വോൾട്ടിലേക്കുള്ള പവർ സപ്ലൈ ആണ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യാനായിട്ട് നമ്മൾ 2 ഡയർ എടുത്ത് അതിൻ്റെ കാഥോഡുകൾ തമ്മിൽ കൂട്ടി പിരിച്ചു. പ്ലെയർ ഇട്ടിട്ട് നമ്മൾ അത് കൂട്ടി പിരിക്കുന്നു. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. അതേമാതിരി തന്നെ മറ്റേ 2 ഡയോഡ് എടുത്തിട്ട് അതിൻ്റെ ആനോഡുകൾ തമ്മിൽ കൂട്ടി പിരിക്കണം. അത് കഴിഞ്ഞാൽ ആ 2 ഡയോഡ് കൂട്ടി പിരിച്ച് തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോസിറ്റീവ് സൈഡും ഇപ്പുറത്തൊരു നെഗറ്റീവ് സൈഡും കിട്ടി. ഇനി നമുക്കതിൻ്റെ ഫിൽറ്ററിങ്ങിൻ്റെ കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കാം. അതിനായിട്ട് നമ്മൾ 2 കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്.
50 വോൾട്ട് 4700 മ്യൂഎഫിൻ്റെ രണ്ട് കപ്പാസിറ്ററിൻ്റെയും ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും തമ്മിൽ നമ്മൾ ആദ്യം ജോയിൻ ചെയ്യണു. ഇനി നമ്മുടെ ബ്രിഡ്ജിൻ്റെ രണ്ട് കാഥോഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സൈഡാണ് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് കൊടുക്കേണ്ടതാണ്. അതാണ് നമ്മുടെ പോസിറ്റീവ് വോൾട്ടേജ് കിട്ടുന്നത്. അത് അതിലേക്ക് കൊടുത്തു. അതേമാതിരി തന്നെ നമ്മുടെ രണ്ട് ആനോഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തുള്ള സൈഡാണ് നമുക്ക് നെഗറ്റീവ് സപ്ലൈ തരുന്നത്. അപ്പോൾ അവിടെ കപ്പാസിറ്ററിന് നെഗറ്റീവ് കൊടുത്തു. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്തു. ബാക്കിയുള്ള രണ്ടിലാണ് നമ്മൾ AC വോൾട്ടേജ്, പിന്നെ സെൻട്രലത്തെ 0 എന്ന് പറയുന്നത് നമ്മൾ ഈ കപ്പാസിറ്റർ ജോയിൻ ചെയ്ത സ്ഥലത്താണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ സൈഡ് കൊടുക്കുന്ന സൈഡ് കറക്റ്റായിട്ട് നോക്കിയിട്ട് കൊടുക്കുക. ഒരു ആനോഡും ഒരു കാഥോഡും വരുന്ന സൈഡാണ് ട്രാൻസ്ഫോമറിൻ്റെ ലീഡുകൾ കൊടുക്കേണ്ടത്. അവിടെ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്ത് അടുത്തത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ 0 പോയിൻ്റ്, അതായത് കോമൺ പോയിൻ്റ് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ജോയിൻ ചെയ്ത സൈഡിലേക്ക് പിരിച്ചു കൊടുക്കണം. ഇനി നമുക്കത് നന്നായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൂടുതലുള്ള ലീഡുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതേമാതിരി തന്നെ നമ്മൾ 20-30ലേക്കുള്ള 12 വോൾട്ടിൻ്റെ ഡ്യുവൽ സപ്ലൈയും ഇതേമാതിരി തന്നെ ചെയ്യുക. അടുത്തായി നമ്മൾ ചെയ്യുന്നത് റിമോട്ട് കിറ്റിലേക്കുള്ള പവർ സപ്ലൈ ആണ്. അത് സിംഗിൾ പവർ സപ്ലൈ മതി. അതിനായിട്ട് നമ്മൾ രണ്ട് ഡയോഡിൻ്റെ കാഥോഡുകൾ കൂട്ടിപ്പിടിച്ചു. അതിലേക്ക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നമ്മൾ ജോയിൻ ചെയ്തു. അതേമാതിരി തന്നെ ഡയോഡിൻ്റെ രണ്ട് ആനോഡിലേക്ക് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് എൻഡും കൊടുത്തു. അതേമാതിരി തന്നെ ട്രാൻസ്ഫോമറിൻ്റെ കോമൺ പോയിൻ്റ് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്കും കൊടുത്തു. അപ്പോൾ നമുക്ക് ഒരു 12 വോൾട്ട് സിംഗിൾ പവർ സപ്ലൈ അതിൽ നിന്ന് കിട്ടും. ഇനി സോൾഡർ ചെയ്ത് കൂടുതൽ ലീഡുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ആ ട്രാൻസ്ഫോമർ നമ്മുടെ ക്യാബിനിലേക്ക് നെറ്റ് ബോൾട്ട് വെച്ചിട്ട് ഉറപ്പിക്കാം. ഇപ്പം നമ്മുടെ കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ആംപ്ലിഫയറുകൾ നമുക്ക് സപ്ലൈ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. എന്തെങ്കിലും നോയ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി നോക്കാം. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആംപ്ലിഫയറൊക്കെ ചെക്ക് ചെയ്ത് പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫാൻ കൊടുത്തിട്ടില്ല, ഫാൻ ലാസ്റ്റ് കൊടുക്കാച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു എൻകോഡർ കൊടുക്കണം, നമ്മുടെ റോട്ടറി എൻകോഡർ. അതിൽ നമുക്ക് ഇതാണ് റോട്ടറി എൻകോഡർ. അതിൽ 4 LED ഒരു റെസിസ്റ്ററും വെച്ച് കൊടുക്കണം. അത് കൊടുത്തിട്ട് നമുക്കത് കണക്ട് ചെയ്യാം. നമ്മുടെ റിമോട്ട് കിറ്റ് വെച്ച് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അസംബ്ലിങ് വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമുക്ക് കുറേ വോളിയം കൺട്രോളിലേക്കൊക്കെ കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇതിൽ ആവശ്യം വരാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അതാണ് ഇതിനൊരു മെയിനായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വോളിയം വയ്ക്കാത്തത്. സിനിമ പാട്ടുകളാണ് ഇപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്.
നമ്മൾ ഫാനിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഹീറ്റ് സിങ്കിലേക്ക് നന്നായിട്ട് കാറ്റ് വരുന്നുണ്ട്. ആ സെക്ഷനൊക്കെ ഓക്കെയാണ്. അപ്പോൾ വേറെ നോയ്സുകളൊന്നും വരുന്നില്ല. ഇനി നമുക്കിതിൻ്റെ കവറൊക്കെ അടയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ള ആംപ്ലിഫയറുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അസംബിൾ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അതിന് ഉത്തരം നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.